നമസ്കാരം. റീസെന്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ ബോർഡിൽ കാണുന്നത്. ഫോർ ടൈപ്പിംഗ് ദ സിംബൽ ആൻഡ് ഇൻ എ ടൈപ്പ് റൈറ്റർ പ്രസ് ഷിഫ്റ്റ് കീ ആൻഡ് പിന്നെ അതിന്റെ ഓപ്ഷൻ ആയിട്ട് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ട് നമ്മൾ നിലവിൽ ഒരു പാറ്റേൺ അറിയാമല്ലോ. ഓപ്ഷൻ 1 ഉള്ളി 2 ഉള്ളി എന്നൊക്കെ പറഞ്ഞ എക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നും ബിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞ മാറ്റി തരുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ച 2024 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു LD ടൈപ്പിസ്റ്റ് ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമുക്കറിയാം ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. നിലവിലെ സാഹചര്യങ്ങൾ പ്രകാരം നമ്മൾ ഇക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിച്ചു നിർത്തിയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ എന്ന് ഇവിടെ നിർത്തുന്നു, അതോടുകൂടി നമ്മുടെ ടൈപ്പ് റൈറ്റിംഗുമായിട്ട് അല്ലെങ്കിൽ മെഷീനുമായിട്ടുള്ള ബന്ധം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഇങ്ങനൊരു ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് ധാരണ ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പരിമിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉത്തരം എഴുതാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു രൂപത്തിൽ നമ്മുടെ മെഷീനുമായിട്ടൊന്ന് ചേർന്ന് അല്ലെങ്കിൽ ആ കാര്യങ്ങളുമായിട്ടൊന്ന് ഇടപഴകി പഠിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഏത് ചോദ്യങ്ങളൊന്നാലും നിലവിൽ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അനവധി ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട് എങ്കിൽ തന്നെയും അതിൽ നിന്നൊന്ന് മാറി ഒന്ന് പാറ്റേൺ മാറ്റി ചോദിക്കാൻ PSC തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉത്തരം എഴുതാൻ കഴിയണമെങ്കിൽ ഇത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റ് കീയോട് കൂടി ഏത് നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രമാണ് ഇതിന് ഉത്തരം കിട്ടുക. അപ്പോൾ നിലവിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ്. ടൈപ്പ് റൈറ്റിംഗിലെ പ്രധാന ഭാഗമായ കീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ധാരണയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കീബോർഡുകളാണുള്ളത്. ഒന്ന് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡും മറ്റൊന്ന് ഐഡിയൽ കീബോർഡും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പം പ്രചാരത്തിലുള്ളത് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡുകളാണ്. ഐഡിയൽ കീബോർഡുകൾ നിലവിൽ അത്ര ഉപയോഗത്തിലില്ല. അപ്പോൾ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിരലുകൾക്കും കൃത്യമായ രീതിയിൽ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് കീബോർഡുകൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നീട് കീബോർഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയും ഒരു 4 വരികളിലായിട്ട് കീസും അതുപോലെ തന്നെ കുറേ നമ്പേഴ്സ്, കീസിനകത്ത് നമ്പേഴ്സും അതുപോലെ ലെറ്റേഴ്സും വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് മറ്റ് അനുബന്ധ കീകളും അതിൻ്റെ പരിസരത്തായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും 4 വരികളിലായിട്ട് നമുക്ക് കുറച്ച് ലെറ്റേഴ്സും അതുപോലെ തന്നെ നമ്പേഴ്സും കാണാൻ പറ്റും. അപ്പം ഇത്തരത്തിൽ ഒരു ക്യാരക്ടറുള്ള അല്ലെങ്കിൽ ഒരു ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഉള്ള ഇത്തരം കീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ കീസ് എന്ന് വിളിക്കും. അപ്പോൾ ബാക്കിയുള്ള മറ്റ് കീസ് നോൺ ക്യാരക്ടർ കീസ്. എന്താണ് നോൺ ക്യാരക്ടർ കീസും ക്യാരക്ടർ കീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാരേജിലേക്ക് വെക്കുന്ന പേപ്പറിലേക്ക് കൃത്യമായ ഇംപ്രഷനോട് കൂടി നമ്മൾ ടൈപ്പ് ബാർ ചെന്ന് ഇടിച്ച് അവിടെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിക്കൊണ്ട് 1 ഡിഗ്രി മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു, 1 ഡിഗ്രി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതാണ് ക്യാരക്ടർ കീസ്. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ക്യാരക്ടർ കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഇംപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്, 1 ഡിഗ്രി എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നോൺ ക്യാരക്ടേഴ്സിലോട്ട് വരുമ്പോഴേക്കും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കൃത്യമായ ഒരു ഇംപ്രഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല, എന്നാൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാരാണ് നോൺ ക്യാരക്ടർ കീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ക്യാരക്ടർ കീസ് ഇതാ 1, 2, 3, 4 റോയ്കളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ കീസിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾ നമുക്ക് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് താഴെ നിന്നും 2ാമത്തെ റോയിലായിട്ട് കാണപ്പെടുന്ന ഗൈഡ് കീസ് എന്ന എയും അതുപോലെ തന്നെ സെമി കോളനും കാണാൻ കഴിയും. എയും സെമി കോളനും ഇത് രണ്ടും നമ്മൾ ഈ കാണുന്നൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ചെറുവിരൽ കൊണ്ട് മാത്രം പ്രവർത്തിപ്പിക്കുന്നതാണ്. നമ്മൾ പണ്ട് ടൈപ്പ് റൈറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്കറിയാം ASDF എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ നമ്മൾ വിരലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതിലെ ഈ എയും സെമി കോളനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ വലതുകൈയുടെ ചെറിയ ചൂണ്ടുവിരൽ അല്ലെങ്കിൽ ചെറിയ വിരലുകൾ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഈ 2 കീകളാണ് ഇതിനകത്ത് ഗൈഡ് കീസ്. ഈ ഗൈഡ് കീസ് എന്നതിനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിന്ന് കാട്ടി കൊണ്ടുപോകാനായിട്ട് ഒരു വൈറ്റ് കീ അല്ലെങ്കിൽ നമ്മളൊരു കെയിൻ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ ഈ ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ഈ ടൈപ്പ് റൈറ്റിങ്ങിലോട്ടോ അല്ലെങ്കിൽ മെഷീനിലോട്ടോ അല്ലെങ്കിൽ കീബോർഡിലോട്ടോ കൊണ്ടുവരുമ്പോഴേക്കും അയാളുടെ ഇടത് അല്ലെങ്കിൽ വലത് ചെറുവിരലുകൾ കൃത്യമായും എയിലും സെമി കോളനിലും കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ടൈപ്പ് റൈറ്റിംഗ് അയാൾക്ക് സുഗമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ എയും സെമി കോളനെയും എന്ത് വിളിക്കുന്നത്, ഗൈഡ് കീസ് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം. നമുക്കറിയാം ഗൈഡ് കീസ് വരുവാണെങ്കിൽ ആ റോയെ വിളിക്കുന്ന പേരെന്തായിരിക്കും, ഗൈഡ് റോ എന്നായിരിക്കും വിളിക്കുന്നത്. പിന്നീട് നമുക്കറിയാം നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ ASDF വലത് കൈയും അതുപോലെ തന്നെ ഇടത് കൈയും വെക്കുന്ന വലത് കൈയും ഇടത് കൈയും വെക്കുന്ന ASDF അതുപോലെ തന്നെ സെമി കോളൻ LKJ തുടങ്ങിയവയാണ് നമ്മുടെ ഹോം കീസ് എന്ന് പറയുന്നത്. എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അവസാനം നമ്മൾ റെസ്റ്റിലേക്ക് എത്തുന്ന നമ്മളെ വീട് പോലെയാണ് ഏത് എയും എസും ഡിയും എഫും അതുപോലെ തന്നെ സെമി കോളൻ LKJ എന്ന് പറയുന്ന കീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഓർത്തു വെച്ചിരിക്കാം
ഇത്തരം അല്ലെങ്കിൽ ഈ കീകളാണ് ഏത് ഹോം കീസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന മറ്റ് ഒരു കീ ആണ് എൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മാസ്റ്റർ കീ എന്നൊക്കെ വിളിക്കാറുണ്ട്. മാസ്റ്റർ കീ എന്ന് വിളിക്കാനുള്ള കാരണം നമ്മൾ ഈ ഒരു കീബോർഡിനകത്തുള്ള മുഴുവൻ കീകളും ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറ്റിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ഒന്ന് ഓർഡർ കൃത്യമായി പ്ലേസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വെക്കുന്ന കീ ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവനാണ് ഇതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കീസാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ ക്യാരക്ടർ കീസ് എന്ന് പറയുന്നത്. പിന്നീട് അതിന് മുകൾ വശത്തായിട്ട് നമുക്ക് കാണാം 1, 2, 3, 4 എന്ന രീതിയിൽ നമ്പേഴ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിനോട് കൂടെ തന്നെ കുറച്ച് സിമ്പിൾസും അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ടൈപ്പ് ബാറിൽ കൃത്യമായും 2 അക്ഷരങ്ങളായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ആയിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്പേഴ്സിൻ്റെ കൂടെ താണ്ട് 1, അതുപോലെ തന്നെ സ്റ്റാർ ഉണ്ട്, 2, അതുപോലെ തന്നെ ഓരോ നമ്പേഴ്സിനും ഓരോ സിമ്പിൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അനദർ കീസ് അല്ലെങ്കിൽ നോൺ ക്യാരക്ടേഴ്സ് കീസിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഒരു സ്പേസ് ബാർ ഇംപ്രഷൻ ഉണ്ടാക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാരേജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നു. അതാണ് സ്പേസ് ബാർ എന്ന് പറയുന്നത്. പിന്നെ ടാബുലേറ്റർ കീസ് ഉണ്ട്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കീ ആണ് നമ്മുടെ 2 ഷിഫ്റ്റ് കീകൾ. ഷിഫ്റ്റ് കീകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇരുവശത്തുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാണാൻ കഴിയും. ഇരുവശത്ത് വലതുവശത്തും 2 വശത്തായിട്ടുണ്ട്. പ്രധാനമായിട്ടും ചോദ്യങ്ങളിൽ ചോദിക്കാറുണ്ട്, ഷിഫ്റ്റ് കീകളുടെ എണ്ണമൊക്കെ നമുക്ക് ചോദിച്ച് വരാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, വലത് മാത്രമോ ഇടത് മാത്രമോ ഒന്നും സംശയം വരരുത്. നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് ഇതാണ്, ഈ 2 വശത്തായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഷിഫ്റ്റ് കീകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഷിഫ്റ്റ് കീകളെന്ന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ടൈപ്പ് ബാറിൽ 2 തരത്തിലുള്ള അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ടാണ് രണ്ടാമതായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ 1 അതിൻ്റെ കൂടെ ഒരു സ്റ്റാർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം 1 പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേപ്പറിൽ പതിയുന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് സ്റ്റാർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ ചോദ്യത്തിലോട്ട് വീണ്ടും ഒന്ന് തിരിച്ചു വരാം. ചോദ്യം എന്ന് പറയുന്നത് ഫോർ ടൈപ്പിംഗ് ദ സിമ്പിൾ ആൻഡ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് പ്രസ് ഷിഫ്റ്റ് കീ ആൻഡ് ശേഷം ഏത് സംഖ്യ അടിക്കണമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കീബോർഡിലേക്ക് വരാം. 1ൻ്റെ കൂടെ സ്റ്റാർ ഉണ്ട്, അതുപോലെ 2ൻ്റെ കൂടെ ആണെങ്കിലും 3യുടെ കൂടെ ആണെങ്കിലും ഓരോന്നിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ സിമ്പിളുകളുണ്ട്. നേരെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് 7 എന്നൊരു നമ്പർ ഇതിനകത്ത് കാണാൻ കഴിയും. എന്താണ് 7 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാൻ കഴിയും. 7നോടൊപ്പമുള്ളതാണ് ഏത് നമ്മുടെ ഈ ആൻഡ് എന്ന് പറയുന്ന സിമ്പിൾ. അപ്പോൾ 7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ആൻഡ് എന്ന് പറയുന്ന സംഭവം നമുക്ക് പേപ്പറിൽ ഇംപ്രഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. എന്ത് വേണം, ഷിഫ്റ്റിനോടൊപ്പം 7 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമ്മുടെ കൃത്യമായും പേപ്പറിൽ ആൻഡ് എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ധാരാളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അടുത്തൊരു ക്ലാസ്സിൽ കാണാം.